ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പച്ച കുരുമുളക് അരച്ച് ചേർത്ത് വെച്ച ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ്. ഈ രസമുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. മാത്രമല്ല നമ്മുടെ വയറിനൊക്കെ വല്ല കേടുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പച്ച കുരുമുളക് സീസണല്ലേ ഇപ്പോൾ, എല്ലാ സ്ഥലത്തും പച്ച കുരുമുളകിൻ്റെ സീസണാണ്. ഇതുപോലെ ഒന്ന് വെച്ച് കഴിച്ചാൽ നമുക്ക് ദഹനശക്തിയൊക്കെ പെട്ടെന്ന് നടക്കും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ്. ഈ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി, വേറൊരു കറി വേണ്ട. ഇതുണ്ടെങ്കിൽ ഉണക്ക കുരുമുളകിട്ട് വെച്ച് എടുക്കുന്ന രസത്തിനേക്കാളും ടേസ്റ്റും ഹെൽത്തിയുമാണ് ഈ പച്ച കുരുമുളകിട്ട് വെച്ച് രസം തയ്യാറാക്കി കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി കഴിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. നെട്ടോട് കൂടിയുള്ള കുരുമുളകാണിത്. ഇത് നെട്ടിൽ നിന്നൊക്കെ ഇറുത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ നന്നായിട്ട് നെട്ടിൽ നിന്നൊക്കെ ഇറുത്തെടുത്തിട്ട് കഴുകി ജാറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ നോക്കാം. 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 10-12 ചെറിയുള്ളി, പിന്നെ 2 മീഡിയം സൈസ് ടൊമാറ്റോ കേട്ടോ. അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് പ്രത്യേകം ഒരു ഇടികല്ലിലിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഈ ഇടികല്ലിലിട്ട് ചതച്ചെടുത്തിട്ട് നമ്മൾ താളിച്ചെടുക്കുമ്പോൾ അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് ഇടികല്ലിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇടികല്ലിൽ ഇതുപോലെ ഇട്ട് ചതച്ചെടുത്തിട്ട് നമ്മൾ താളിച്ചൊക്കെ വയ്ക്കുന്ന കറിയൊക്കെ. അപ്പോൾ അതാ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ചതച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു സ്പൂൺ വെച്ച് കോരി ഈ പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അടുത്തതായി നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്താ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്പൂൺ വെച്ച് കോരിയെടുക്കാം. അപ്പോൾ ഇതാ ചതച്ചെടുക്കേണ്ട എല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് ഈ രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് എണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകും കൂടി നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ ഈ സമയം. ഇപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ചേർത്ത് വഴറ്റിയെടുക്കുക. ടൊമാറ്റോയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത് ഇവ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല ഒരു മണത്തിനും ടേസ്റ്റിനും വേണ്ടി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കട്ടക്കായം ഉണ്ടെങ്കിൽ അത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ ചിലപ്പോൾ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് ആ മൂത്ത് വരുന്ന സമയത്ത് നല്ല മണമാണ് കേട്ടോ ഇത്.
അപ്പോൾ അതാ കായപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പേസ്റ്റ് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരും. ആ സമയത്താണ് നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് 2 മിനിറ്റൊക്കെ ആയപ്പോൾ നന്നായിട്ട് നമ്മുടെ കുരുമുളകിൻ്റെ പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, വാളൻപുളിയാണേ. അത് വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത അതിൻ്റെ ജ്യൂസാണ്. അത് നമുക്ക് കൈവച്ച് നരിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മിക്സി കഴുകിയ കുറച്ച് വെള്ളവും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. കുരുമുളക് അടിച്ചെടുത്ത മിക്സി കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത്ര പോരാ, നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ സമയം ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ ഇതാ പുളി നന്നായിട്ടൊന്ന് മുന്തി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം നല്ല കറക്റ്റാണ് കേട്ടോ. ഉപ്പും പുളിയും എരിവൊക്കെ നല്ല കറക്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ രസത്തിൻ്റെ ഉപ്പും എരിവും പുളിയൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. 2 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം വെട്ടി തിളപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ ഫ്ലേവറും ഇറങ്ങി വരിക. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയുമാണ്. നമുക്ക് വയറിനൊക്കെ വല്ല കേടുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള രസമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ വയറിനൊക്കെ നല്ല ദഹനശക്തി കിട്ടും. അപ്പം അതാ ഫ്ലെയിം ഓഫാക്കി. ഇപ്പോഴും നമ്മുടെ രസം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ച കുരുമുളക് അരച്ച് വെച്ചെടുത്ത രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. എല്ലാ വീട്ടിലും ഇപ്പം പച്ച കുരുമുളക് കാണും, അതിൻ്റെ സീസണാണ്. അപ്പോൾ ഇതുപോലെ പച്ച കുരുമുളക് അരച്ച് വെച്ചിട്ട് ഇതുപോലെയുള്ള രസം ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.